ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു ഹൈലി എക്സ്പ്ലോസീവ് ആൻഡ് ഹൈലി ഡേഞ്ചറസ് ആക്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 തവണയും ജോളോ ചിപ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. 2 തവണയും MD ഏത് അവസ്ഥയിൽ എത്തി നിങ്ങൾ കണ്ടതാണ്. അന്നെല്ലാം ജയിച്ചു നിന്ന് നമ്മുടെ ഡ്രങ്കനാണെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേറൊരു പുള്ളിക്കാരനാണ്. നമ്മുടെ സ്വന്തം ജിമ്മനാണ് മക്കളെ. പുള്ളിക്കാരൻ ഇന്ന് എന്തായാലും ജോളോ ചിപ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല. പുള്ളിക്കാരൻ വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ് പുള്ളിക്ക്, അല്ലെ? കൊല്ലാൻ കൊണ്ടുവന്ന് ഒന്നും സംഭവിക്കുന്നില്ല, കൊച്ചു പിള്ളേർ കഴിക്കുന്നതാണ്. നോക്കാം, നമുക്ക് പൊളിച്ചെടുക്കാൻ പോയി. ഓക്കെ ഗായ്സ്, അപ്പോ ഇതിനകത്താണ് ആ ഒരു അപകടം, ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തോറ്റുപോയാലും സാരമില്ല, ഏതൊരു വെല്ലുവിളിയും 2 കൈകൊണ്ടും വാഗൊണ്ടും എല്ലാം സ്വീകരിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ബോസ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം. ഫുൾ റെസ്പോൺസിബിലിറ്റി അവരവർക്ക് മാത്രം. അപ്പോൾ പണി തുടങ്ങണ്ടേ? ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഇതാണ് സംഭവം. മനസ്സില്ല മനസ്സോടെയും സത്യം പറഞ്ഞ ഉള്ളിൽ പേടിയുണ്ട്. പേടിക്കാതെ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്ക് പേടി നമ്മൾ തരണം ചെയ്യണം. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടോ. അതിനകത്ത് ഒരു സംഭവിച്ചിരിക്കുന്നു. എന്നെ കൊന്നിരിക്കുന്നു. കിട്ടുന്നുണ്ടാ? ലേസ് പൊട്ടിക്കുന്ന ലാഘവത്തിലാവും പൊട്ടിക്കുന്നത്. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമേ കള്ളപ്പന്നി. അസ്ഥി കൂടെ ഇതാണ് മോനെ മുതല്. ഇവിടെ മറ്റേ വെള്ളം വെച്ചില്ല, നല്ല ചില്ല് വാട്ടർ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ. ഈ സാധനം പെട്ടെന്ന് ഇത് ഞാൻ വായിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചിപ്സിന്റെ വില 299 രൂപയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ട് ആണോ ആമസോൺ? വായിച്ച് നമ്മൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അതെ, യു നോ വാട്ട് ദാറ്റ് മീൻസ്. വാട്ട് വി മീൻ, ദ റോഡ് ടു ഹെൽ വിൽ ബി ആൻ ഈസി വൺ ആഫ്റ്റർ ദിസ്. അതെ, നരകത്തിലോട്ടുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും എന്നാണ് അവര് പറയുന്നത്. എന്ത് പറയുന്നു? ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കണമെന്ന് ഞാൻ എന്ത് പറയാം. അതാണ് എളുപ്പത്തിൽ നരകത്തിൽ പോടാ, സുഖോടാ പോകാനായിട്ട്. നരകം എന്ത് അടിപൊളി എന്തൊക്കെയാവാ, എന്തുവാ വായിച്ചു കൂട്ടുന്നു. വാനില ഫ്ലേവറിന്നൊക്കെ ഇടുന്നുണ്ട്. വാനിലേ ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടൊരു കാര്യമില്ല മോനെ. ഇൻഗ്രീഡിയൻസ് അങ്ങനെ പലതും ഇതിനകത്ത് ആകെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നറിയോ, ഫാറ്റ് പ്രൊഡ്യൂസ് കൊക്കോ പൗഡർ. അതെ, എല്ലാം കത്തി കരിഞ്ഞു പോകും മോനെ. ഫാറ്റും എല്ലാം പോട്ട്, എല്ലാം പോട്ട്. എല്ലാ മാസവും ഓരോ ജോളോ ചിപ്സ് മേടിച്ച് കഴിച്ചാൽ മതി, എല്ലാം ഉരുകി പോയിക്കുള്ള പന്നി. കുറച്ച് മാസം കഴിയുമ്പോൾ നമ്മളും കത്തിപ്പോവും. ഈ ഒരു ബോട്ടിൽ ഇതിന്റെ പാക്കേജിനെ കണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും ഒരു സാമ്യമായിട്ടോ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടിയായിരുന്നു. ഏതാ, ടയോട്ടയോ? അതെ. അല്ല, അതിന്റെ ബോക്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ആ സെയിം അല്ല. അതെന്താണ് സംഭവം എന്നറിയാവാ? അതെന്താ സംഭവം എന്നറിയാവാ? അവരുദ്ദേശിച്ചിരിക്കുന്ന ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിയുടെ ഷേപ്പാണത്. എങ്ങനെ? സത്യമായിട്ട് ഇത് കോഫിനാണ്. ഇതാ ഒരു പണി തുടങ്ങിയാലോ. ഇതാ പാത്രം കൊണ്ട് നീക്കി വെച്ചു. പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അത്ര വലിയ സാധനമാണ്. ഞാൻ നോക്കട്ടെ. അതേ ഉള്ളൂ. ജീവിതത്തിൽ ഏറ്റവും വലുത്. നമ്മളെ ഒന്നിനും തോപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചങ്കൂറ്റത്തിന് മുമ്പിൽ ഒന്നിനും ശക്തിയില്ല. ഇവൻ വെറും മൊട്ടത്തലേ അസ്ഥി കൂടെ പൊട്ടത്തല. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ തൂക്കിയെടുത്തിന് പോക്കോ. കരഞ്ഞില്ലെങ്കിലും കരയുന്ന പോലെ വരും. കണ്ണീന്നും മൂക്കിന്നും ചെവിന്നും എല്ലാം വെള്ളം വരും. പണി തുടങ്ങിയാലോ? ഓക്കെ, നോക്കാം. പിടിച്ചോ. അതൊക്കെ എവിടെയോ ലോക്കുണ്ടല്ലോ. ഒരച്ച് പൊട്ടിക്ക്, അടിച്ച് കീറി എങ്ങനെ? ഇതാണ് മുതല്. കാണുമ്പോ തന്നെ പേടിയൊന്നുമല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും എഴുതുന്നത് ഇവര് പറഞ്ഞേക്കുന്നത് നിനക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നുണ്ട്. ആശയങ്ങൾ ഉണ്ടാകുന്ന എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്, കുറച്ച് നേരത്തേക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. വായിക്കാത്ത തീ പടരുന്ന പോലെ ആയിരിക്കും എഫക്ട്. പിന്നെ കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം കണ്ണീരായിരിക്കും കണ്ണിനകത്ത് മുഴുവൻ. റെസ്റ്റ് ഇൻ പീസ്. അതെ, അവസാനം പെട്ടിക്കത്താകും. അതിന് വേണ്ടിയാണ് പെട്ടി വെച്ചിരിക്കുന്നത്. നമ്മളെ സ്ഥലത്താൽ ഒന്നിനും പറ്റത്തില്ല. ആ ഒരു ചങ്കൂറ്റത്തോടെ വേണം നമ്മൾ എല്ലാത്തിനും കൈകാര്യം. ചെറിയ പീസ് അടിച്ച് പോകും. അതെല്ലാം നിന്റെ സ്വന്തം ഇഷ്ടം. ഇതാണ് ആ സാധനം. അപ്പോൾ സാധനം കാണിക്കും.
ഇത് കംപ്ലീറ്റും ചിപ്സ് ആണല്ലോ. ഇതാ ഈ ഫസ്റ്റ് പ്ലേറ്റ് വരുന്ന അത് പൊട്ടിക്കട്ടെ. ഓ മുക്കിനകത്തോട്ട് കയറിപ്പോയല്ലോ എന്നൊക്കെ. സംഭവം സജ്ജമായി കഴിഞ്ഞു മോനെ. എന്താണ് പൊടിപടലങ്ങളായിട്ട്? പൊടിപടലങ്ങളാണല്ലോ മോനെ ഇതിനകത്ത് മുഴുത്തും. സാധനമായിട്ട് വന്നിരിക്കാൻ എക്സ്പയർ കഴിഞ്ഞാണോ? പൊടിഞ്ഞു പോയി തോന്നണ്ട. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നല്ലേ പറഞ്ഞേ? ഈ പൊടിഞ്ഞ സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തോളാം അല്ലേ? അതൊരു വലിയ ചിപ്സ് ആയിരുന്നു. ഇതുപോലെ ഈ ഷേപ്പിലുള്ള സാധനമായിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവർ ആണോ? അല്ല. എനിക്കത് ഒറ്റയായിട്ട് തരാം. എനിക്ക് വേണ്ട, നീ ഒറ്റയായിട്ട് കഴിച്ചു. നമ്മളൊക്കെ ഇത് കഴിച്ച് മനസ്സ് എങ്ങനെയാണെന്ന് പാകപ്പെടുത്തി എടുത്ത് കഴിഞ്ഞതാ. ഓക്കെ, നമുക്ക് ആവശ്യമായ മുൻകരുതൽ എത്തിക്കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒതുങ്ങുമെന്ന് ആർക്കറിയാം. ചെറിയൊരു പീസ് എടുത്ത് നോക്കുന്ന എടാ, ചെറിയ പീസ് എടുത്ത് നോക്കി നോക്കണം. പാടാ, നല്ല സുഖമാടാ. ഒരു പീസ് എടുത്തു, ചെറിയ പീസ് എടുക്കുന്നത്. കഴിവനെ വിഴുങ്ങരുത്. ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു കള്ളപ്പന്നി എന്നെ കൊല്ലാൻ വേണ്ടിക്കൊന്നേ. ഇത് ഏകദേശം പൊടിഞ്ഞു പോയി. നമ്മുടെ കുഴപ്പമല്ല. ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല. ഇതിന്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അങ്ങനെയാണ്. നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ വരുമ്പോൾ സാധനം പൊടിഞ്ഞ് പപ്പടം പോലെ ആയിപ്പോ ഇതുപോലെ. പക്ഷെ ഇതിന് എങ്ങനെ ഏത് പരുവത്തിൽ വന്നാലും പിന്നെ ആള് മുറ്റാണ് നമുക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു അടയാളമാണ്. ഐസ്ക്രീം ഒന്നും ഇല്ല, അത് പതുക്കെ സിപ്പ് അടിച്ച ഐസ്ക്രീം ഒന്നും ഇല്ല ഇവിടെ. ഇത് നിന്നോട് ഞാൻ പറഞ്ഞാണ് കഴിക്കരുത്. അതിന് നിന്നോട് ആരും പറഞ്ഞ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇത് ഒറ്റ തവണ അടിക്കാവുള്ളൂ. ഞാൻ ഫുള്ളടിക്കണം ഇത്. അപ്പൊ ഓക്കെ ഗായ്സ്, നമ്മൾ റെഡി ആയി കഴിഞ്ഞു. പഠിക്കല്ലേ? എനിക്കിത് മതി. ഇന്നത് ഞാൻ അടിച്ചത്. നീ അതെന്തും ചെയ്തു. മിസ്റ്റർ ജിമൻ റെഡി ആയി കഴിഞ്ഞു? ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി എടുത്തോ? അല്ല, ഞാൻ ഓൾറെഡി ഒരു ചെറുതെണ്ണം കഴിച്ച അതിന്റെ ഒരു അത് കഴിക്കും, മാറിക്കോളും. സ്പൂൺ വേണോ? എടാ, ഓരോന്നോരോന്നായിട്ട് വാരി തിന്നാൻ പാടില്ല. അത് ചവയ്ക്കുന്നതിന് മുമ്പ് എല്ലാം കൂടെ വായിലോട്ട് തരണം. എന്നിട്ട് ഒരുമിച്ച് ചോദിക്കണം, അല്ലെ പിന്നെ കഴിക്കാൻ ഒക്കത്തില്ല. റെഡിയല്ലേ? ചോക്ലേറ്റ് ഫ്ലേവറാ, കഴിച്ചോ. ബാക്കിയും കൂടെ. അതിന്റെ എരിവ് പിടിക്കുന്നതിന് മുമ്പ് വേഗം കഴിക്കണം. അത്രേ ഉള്ളൂ മോനെ. ആ പൊടിയും കൂടെ നാക്കിയിട്ട് ഇപ്പൊ കഴിക്കരുത്. പിന്നെ എരിഞ്ഞോണ്ടിരിക്കുന്നു നിനക്ക്. അതുകൊണ്ട് എരിവടാ. എന്റെ മോനെ, എന്താടാ? എന്തുപറ്റി? കുറച്ച് മുന്നേ കുറച്ച് കഴിച്ചല്ലേ? അതാ എരിയും. അതങ്ങനെയാണ്. ഇതൊന്നും അല്ല പോലെ ഞാൻ കാണിക്കാൻ പോണത്. ആ ജ്യൂസ് ഒരിത്തിരി എടുത്ത് കുടിക്കും. വേണ്ട വേണ്ട വേണ്ട. എന്തു പറയാം? ഐസ്ക്രീം തണുത്ത എന്തെങ്കിലും പറവാ. അതിന് തണുപ്പില്ലേ? ഇല്ല, അതിന് തണുപ്പില്ല. എടാ സന്ദീപേ, 2 ഐസ് എടുത്തിട്ടേ അതിനകത്ത്. ആ ദ്രോഹി തണുക്കാട്ടാണ് കൊണ്ട് തന്നത്. ഐസ് തരാൻ പറഞ്ഞത്. വെള്ളം കുടിക്കുന്നതോറും എരിവ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എരിവിനെ തരണം ചെയ്യണം. കള്ളപ്പന്നി കരയുന്നു എരിവണ പയ്യേ. കേട്ടാ, കണ്ണുകളിൽ നിന്ന് എല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ലേ? അതാണ് പോലെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നവന്മാര് കണ്ട. ഫ്രം ടിയേഴ്സ്. കണ്ണ് കാണാൻ പറ്റത്തില്ല എരിവ് കാരണം.
നീ എരിവിനെ തരണം ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണ കണ്ടോണം നീ. ഒരു വെള്ളം കൂടെ പറഞ്ഞേ. കുടിച്ചോട്ടെ, ഇതിന് തണുപ്പുണ്ട്, അത് കൂടി. ഐസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇനി എങ്ങനെ ഐസ് ഇട്ടൂടാ? ഏലിയാസ് ഞങ്ങളോട് ചെയ്ത് ചതിയായിരുന്നു ഐസ് ഇടാവുന്നത്. എടാ പറഞ്ഞില്ലായിരുന്നു ഐസ് ഉണ്ടോന്ന്. ഇതിന് കുഴപ്പമുണ്ടോ? തലറക്കം വല്ല ഉണ്ടോ? തളരരുത് ഉണ്ണി, തളരരുത് രാമൻകുട്ടി. നീ എങ്ങോട്ടാ പോണത്? എന്താടാ എല്ലാവരും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എരിവ് അതേ ഉള്ളൂ. അത് മനസ്സിലായി. എന്താണ് എനിക്കിപ്പോ തോന്നുന്നു? എന്താണ്? ഒരു വെള്ളം കൂടെ. എടാ ഏലിയസ്, ഒരു കുപ്പി വെള്ളം കൊടുത്താടാ, തണുത്ത വെള്ളം. 2-3 കുപ്പി എടുത്തു, ഞാൻ കഴിക്കാൻ പോണതേ ഉള്ളു. എന്ത് പറയുന്നു? വേണ്ടായിരുന്നു എന്നെല്ലാം തോന്നുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് പറയാം. കള്ളപ്പന്നി. വെള്ളം വന്നു. ഏയ് എടാ, 2-3 കുപ്പികൾ വേണ്ടി വരും, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ പൊടി കൂടെ എടുക്കട്ടെ അതിന്റെ ബാക്കി. ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ്. വേണോ ഇത്? ഇത് വേണോടാ? കഴിക്കുവോ നീ? വെയിറ്റ്. ആദ്യം ജീവൻ രക്ഷിക്കട്ടെ അല്ലേ? അതെ, ആദ്യം ജീവൻ രക്ഷിക്കട്ടെ. നീ സ്റ്റേബിൾ ആവുമ്പോ പറയണേ. എന്തായി മച്ചാനെ, ഓക്കെ ആയാ? 1 ബോട്ടിൽ. എന്തിനാടാ നീ വെള്ളം കുടിച്ച് മരിക്കാൻ പോണ? എടാ, ഒരു കുപ്പി വെള്ളം കൂടെ. അപ്പൊ നീ ഇനി വേറൊന്നില്ലേ? അല്ല, വെള്ളം കുടിക്കുന്ന നല്ലതാ, ശരീരത്തിന് ഭയങ്കര നല്ല ഗുണമുള്ള കാര്യം. ഓക്കെ അല്ലേ? എന്താ അതിന്റെ തൊഴിൽ ഒഴിക്കുന്നു? എടാ, അത് റമ്മൊന്നും അല്ല. എല്ലാം കൂടെ തലതിരിഞ്ഞ് പോയാ. തണുപ്പ് വേണ്ടേ? പൊടി എടുത്തോ, സൂപ്പർ ആയിരിക്കും. എന്ത് പറയുന്നു? ഓടാ കള്ളപ്പന്നി. ഇനിയാണ് ശരിക്കുള്ള കാര്യം കാണാൻ പോണു. ഞാൻ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രോ പിണങ്ങിട്ടാണോ എന്താണോ അതോ ജീവൻ രക്ഷിക്കാനുള്ള പരിപാടി വല്ലതും ആണോ? കുറെ നേരം ആയല്ലോ. ചാടി ചാവൊന്നും ചെയ്യരുത് കേട്ടോ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എരിങ്ങെന്ന് വെച്ചോണ്ട് ചാവാൻ പാടില്ല. എന്താടാ ഈ പ്രാണികളുടെ ഇടയ്ക്ക് നിനക്ക് എന്താ പരിപാടി? പ്രാണികളോട് നീ വിഷമം പറയുവാണോ? നോർമലായില്ലേ? തലയിലൊക്കെ പ്രാണി ഇരിക്കുന്നു. ഓക്കെ ഗായ്സ്, നമ്മുടെ ജിമ്മൻ കഴിവ് തെളിയിച്ചു. ഇനി MDയുടെ പരാക്രമങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഈ ചലഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബ്രോ എന്തായാലും ഇപ്പൊ 3 കുപ്പി വെള്ളം അകത്താക്കി അല്ലേ? ഓക്കെ ആയില്ലേ? Let's go. നമ്മളെ തോപ്പിക്കാനാവില്ല മോനെ. എടാ പോടാ. അപ്പൊ നമ്മുടെ ബ്രോയുടെ പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു. പുള്ളി ഒരുവിധം റിക്കവർ ആയിട്ടുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞു പുള്ളി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഏകദേശ രൂപം അറിയാം, ആഫ്റ്റർ മാത്തും അറിയാം. സോ ഇറ്റ്സ് ടൈം ഫോർ MD ടു ഡു ദിസ് ഡേഞ്ചറസ് ആക്ട്. ഒരിക്കൽ കൂടെ പറയാണ്, this is a highly dangerous act. Do not try this at home or do not try this at anywhere. No. എടാ എന്താണത്? ചോക്ലേറ്റിന്റെ മിക്സറായിട്ട് തോണ. ചോക്ലേറ്റ് ദൈവമേ രക്ഷിക്കുക. ഇപ്പൊ വരാന്നോ? Yes. ഇത്തിരി വെള്ളം വേണം.
ചെവിക്കകത്തോടൊക്കെ പറക്കുന്നല്ലേ? പറക്കട്ട്. അതെ, അടിച്ച് പാറ്. എന്തൊരു സന്തോഷം നോക്കിയ ഒരാൾക്ക്. എന്റെ അമ്മോ, ആക്ച്വലി എനിക്കൊരു ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ പറയാം, നാക്ക് പിന്നെ ചൂട് പിടിച്ച്. അതായത് ഈ ജോളോ ചിപ്പ് ആക്ച്വലി ചോക്ലേറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ മറ്റേതുപോലെ ചിപ്സ് അല്ലായിരുന്നത്. സത്യമാണ് കേസ്. കാരണം ഞാനത് കണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഇത് ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് ഇതിന്റെ പുറത്തുള്ളത്. പക്ഷെ ആ തുടക്കത്തിൽ മാത്രമേ ആ ഒരു മധുരത്തിന്റെ ചോക്ലേറ്റിന്റെ ഫീൽ എടുത്തുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? നമുക്ക് വലിയ ചലഞ്ചായിട്ടൊക്കെ ഏറ്റൊക്കെ തോന്നും, ചെറിയൊരു ചിപ്സ് അല്ലെന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ചിലർക്കൊന്നും എരിവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരെ വന്നു. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങള്, ഇത് ചിപ്സ് അല്ല ആക്ച്വലി. ദിസ് വൺ ഇസ് ആക്ച്വലി ചോക്ലേറ്റ് ആണ് ഇതിന്റെ മോൾഡും കാര്യങ്ങളെല്ലാം. അതായത് ജോളോ ചിപ്സിന്റെ ഇത്രയും കാലം അവർ ഇറക്കിയ വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ജോളോ ചിപ്പ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രോ ഇത്രയും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. എത്ര ലിറ്റർ? 3 ലിറ്റർ വെള്ളം. 3 ലിറ്റർ വെള്ളം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എരിവുള്ള എഡിഷൻ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. മറ്റേ ഇത്ര പൊടിഞ്ഞു പോയി. എന്നെ കൊല്ലാൻ കൊണ്ടുവന്നിട്ട് ഈ താങ്കൾക്ക് മുന്നൊരു എന്താണ് പറയാ, വാണിംഗ് ഒക്കെ തന്നതല്ലേ? 10 കാന്താരി എടുത്ത് ഒന്നിച്ച് കടിച്ചിട്ട് ആ ഒരു ടൈമിലുള്ള ഇതുണ്ടല്ലോ. അതാ എനിക്ക് കാന്താരി അടുപ്പിച്ച് കടിച്ചിട്ടില്ല ഇതുവരെ. ഒരു കാന്താരിയൊക്കെ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അറിയാലോ പിന്നെ ഇത്രണ്ണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് അവസ്ഥയാവും എന്നുള്ളത്. അത് ശരിയാണ്. 10 കാന്താരി കഴിക്കുന്നതിനേക്കാളും പവറാണ് ചിലപ്പോ ഇതിന്. ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകാണിത്. ഇത് ലോകത്തിൽ പറഞ്ഞത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പറ്റുമോ മച്ചാണ്, ഇത് ഭയങ്കര എരിവാണ് എന്നൊക്കെ പറഞ്ഞ നീ പരിസരത്ത് അടുക്കത്തില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. ആ ഒരു കാര്യത്തിൽ ഡ്രങ്കൻ ജീനെ സമ്മതിക്കണം കേട്ടോ. അത് ഈ സാധനമായിരുന്നു. അത് ഇതല്ല, അത് വേറൊരു കാര്യം. അത് ഇതല്ലായിരുന്നു, ശരിയായിരുന്നു. ഇതല്ല അത് വേറെ. കണ്ണീന്നും മൂക്കിന്നും ബാക്കിയുള്ള പല സ്ഥലത്തും. അല്ല, ഞാനിത് ആദ്യം തന്നെ നിന്നോട് പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുമെന്ന്. നീ പറഞ്ഞ വേറൊരു സാധനമാണ്. അതെ, അത് ഇത്രയും ഇല്ലെന്ന്. ശരിയാണ്. ഇതെന്താണ്? കുറച്ച് പൊടിയുണ്ട്, അതുകൂടെ ടച്ചിങ് സെറ്റ് എഴുതി വെച്ചല്ലോ. ഞാൻ എന്റെ വൈഫിന് കൊണ്ട് കൊടുത്താലോ ഞാൻ നിങ്ങൾ ആലോചിച്ചിരിക്കും. വൈഫിന് കൊണ്ട് കൊടുത്താലോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നൈറ്റ് ഉറക്കം കിട്ടും. അതല്ല, അവളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അതെ, ഒരേട്ടെ അറിയത്തുള്ളു. ഫുഡില് മിക്സ് ചെയ്ത് കൊടുത്താലോ? ചമ്മന്തിപ്പൊടിയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നൈസ്, അടിപൊളി. നമുക്ക് ചെമ്മീൻ മറ്റേ ചമ്മന്തി, ഉണക്ക ചമ്മന്തി ഇല്ലേ, അതിനകത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുത്താലോ? അല്ല, ഇത് വേണ്ട, ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ട് കൊടുക്കാം. എടാ പുറം ഒന്നാമത് ഇപ്പൊ കൂളായതേ ഉള്ളൂ. അല്ല, വേണമെങ്കിൽ ടച്ചിങ് സായിട്ട് വേണ്ട. ഇപ്പൊ കൂളായി തരി ഉപയോഗിച്ചാൽ എടുത്ത് വെച്ചാൽ വേണ്ടത്തോണ്ട. എരിവിൽ നിന്ന് മുക്തനായതിനു ശേഷം വീണ്ടും കറക്റ്റ് ട്രാക്കിലോട്ട് കയറാൻ പോയല്ലേ? ഞാൻ നേരത്തെ നമ്മുടെ ലൈവിനകത്തൊക്കെ ഞാൻ പറയാം, നമ്മുടെ ചാനലിൽ നമ്മൾ വെള്ളവടി അങ്ങ് ഒഴിവാക്കാൻ പോവാണെന്നുള്ള കാര്യം താങ്കളും കേട്ട് കാണുമല്ലോ. അതെ, അപ്പൊ പണി നടത്തിക്കും. യെസ്. ഈ പൊതുവെച്ചിരിക്കുന്ന ഏത് സാധനം ഇതാ, അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം. ഇത് നിന്നെ നോക്കി തന്നെ ഇരിക്കട്ടെ. ഇത് നീ ടച്ചായിട്ട് കഴിച്ചു. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതേ ഉള്ളൂ മോനെ. അതെ, ഞാനും. അതെ, അതെനിക്കറിയാം. എന്താ മോനെ? Cheers you all. And ഇതും don't try this, okay? യെസ്. അപ്പോ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ ജീവിതത്തിൽ എന്തായാലും ജോളോ ചിപ്സ് ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അവർ പുതിയ വലിയ വേരിയന്റ് വരികയാണെങ്കിൽ അപ്പോൾ തോന്നിയാൽ നമ്മൾ ഡ്രങ്കനെ കൊണ്ട് കഴിപ്പിച്ചിരിക്കും. ഉറപ്പാ, ഡ്രങ്കൻ ഇമാതിരി ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്, എരിവിന്റെ ആളാണ്.
ഓക്കെ. അത് ഒഴിച്ചത് കറക്റ്റ് അളവല്ലായിരുന്നു. എന്താണ് ഭയങ്കര സ്പീഡാണല്ലോ ഒന്നല്ലോ. പവർ ഓഫ് ജോളോ ചിപ്പ്. ജോളോ ചിപ്പ്. ജോളോ. ഓ ജോളോ. എന്ത് കേട്ടില്ല. അടിച്ച് കേറി വാന്ന്. അടിച്ച് കേറി വരാൻ പോവാ. ഇപ്പൊ ഒരു തവണ അടിച്ചു കയറി വന്നതേ ഉള്ളൂ ജോളോ ചിപ്സ്. നരകം വരെ അടിച്ചു കയറി പോയതാ. അതിൽ നിന്നും അടിച്ചു കയറി വരാനേ. അതെ അതെ, അടിച്ചു കയറി ഇറങ്ങാൻ പോയിന്ന്. ഇപ്പൊ നരകത്തിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇനി മധ്യലോകം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലെ. മടുത്തു എന്ന് പറയത്തില്ല, കാരണം നമ്മളിത് തുടങ്ങിയപ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതായത് ആ എരിവ്, കാരണം ഞാനിത് ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം ഏതൊക്കെ അറ്റം വരെ പോകുമെന്ന്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അത്രയും ഞാൻ പെട്ടില്ല. അത് കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഞാൻ കഴിച്ചതുകൊണ്ടാണ്. നമ്മുടെ ബ്രോ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈം ആണ് പുള്ളിക്ക് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പുള്ളി സാധാരണ ചിപ്സും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ വായിൽ വെച്ച് ചവച്ചരച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചിരുന്നു അല്ലേ. അത് കാരണം പുള്ളിക്ക് ഒരു രക്ഷയില്ലാതായിപ്പോയി. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ചവച്ച് ഒന്ന് പൊടിച്ചിട്ട് സാധനം പെട്ടെന്ന് അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഒരു എഫക്റ്റ് വന്നില്ല. എനിക്കൊരു 50% പ്രശ്നങ്ങളെ എനിക്ക് ഉണ്ടായുള്ളൂ. ഈ ഗ്രേപ്പ് വൈൻ ഉണ്ടല്ലോ, ഗ്രേപ്പ് വൈൻ പോലത്തെ ഫ്ലേവേർഡ് വാട്ടർ, ജോളോ ചിപ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതൊക്കെ കുടിക്കുമ്പോ എന്താ ഒരു സമാധാനം. തട്ടുകേട് കൂടാതെ കുറച്ചു നേരം പ്രതിസന്ധിയിലായിപ്പോയി അല്ലെ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചു. ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ, നമ്മൾ എന്ത് പ്രതിസന്ധിയും നമ്മൾ അതിജീവിക്കണം, എന്നാലേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവില്ല. വേറെ ആരാണെങ്കിൽ ഞാൻ കുളിച്ചു തീർത്തി കൊടുത്തത്. ഇമാതിരി പണി എനിക്ക് തന്നിട്ട് ഓക്കെ. അല്ല എന്തായാലും അത് ജീവിതത്തിലൊരു ഇതായല്ലോ, അതായുള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മുടെ ഇതിന് വലിയ റോളില്ല, നമ്മുടെ ചാനലിൽ നിന്ന് താമസിയാതെ ഇത് ഒഴിവാകും. സോ എന്നാണ് എനിക്ക് ഇതിന് പുറത്തു പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജോളോ chip is a dangerous chip. ആരും ട്രൈ ചെയ്യരുത്. See you in the next video and the final cheers of the night. കിടക്കുന്ന അവന്റെ അവശിഷ്ടങ്ങൾ. അടുത്ത വീഡിയോ കാണാം. See you in the next video. Good night and cheers to you.